പ്രിയമുള്ള കൂട്ടുകാരെ, ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന വീഡിയോ BSNL ഓൺലൈനായി എങ്ങനെ റീചാർജ് ചെയ്യാം എന്നതാണ്. വളരെ ഈസിയാണ്, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇതിൽ ഗൂഗിളിലും BSNL റീചാർജ് എന്ന് സെലക്ട് ചെയ്യും. ഇതിൽ പ്രീപെയ്ഡ് BSNL പോർട്ടൽ എന്ന് കാണും, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ പിന്നെ ചെയ്യേണ്ടത് സൈൻ അപ്പ് ചെയ്യണം, അതായത് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യാണ്ട് യൂസ് ചെയ്യുക, പക്ഷേ രജിസ്റ്റർ ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത് എന്ന് തോന്നുന്നു. രജിസ്റ്റർ നിങ്ങളെ ഫസ്റ്റ് നെയിം അത് ഇവിടെ കൊടുക്കുക. സെക്കൻഡ് മൊബൈൽ നമ്പർ, ഇത് ഗെറ്റ് OTP അടിക്കുക. അത് നിങ്ങളുടെ പാസ്വേഡ് SMS വരും, അത് ഇവിടെ അടിച്ചു കൊടുക്കുക. കേരള സെലക്ട് ചെയ്യുക. സർക്കിൾ സ്റ്റേറ്റ് എന്നുള്ളത് കേരള സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പാസ്വേഡ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാസ്വേഡ് ഇവിടെ അടിച്ചു കൊടുക്കുക. അതേ പാസ്വേഡ് ഇവിടെ അടിച്ചു കൊടുക്കുക. കൺഫേം ചെയ്യുക. ഈ കാണുന്ന കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്രിയേറ്റ് അക്കൗണ്ട് എന്നത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം രജിസ്റ്റർ ആയതിനു ശേഷം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വിൻഡോ തുറന്നു വരുന്നതാണ്. അതിനുശേഷം നിങ്ങൾ മൊബൈലിൽ റീചാർജ് എന്നുള്ള ഓപ്ഷനിൽ പോവുക. എന്നിട്ട് GSM പ്രീപെയ്ഡ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മൊബൈൽ നമ്പർ ഞാൻ നേരത്തെ കൊടുത്തതുകൊണ്ട് എൻ്റെ മൊബൈൽ നമ്പർ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. ഏത് മൊബൈൽ നമ്പറാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഡാറ്റയാണ്. ടോപ്പപ്പ് ഒന്ന് പിന്നെ വോയിസ് റീചാർജ് ആണ്. ഡാറ്റ STV സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡാറ്റ വോയിസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം സൈഡിൽ ഇതാ കുറേ ഓപ്ഷൻ ഉണ്ട്. ഇതിലെല്ലാം അതിൽ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യുന്നത് ഡാറ്റ STV 57 57 ഒരു 250 MB ആണ്. അതൊക്കെ ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്, അതൊക്കെ നോക്കാം. വാലിഡേഷനൊക്കെ ഇവിടെ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ ഒരു ക്ലിക്ക് മാർക്ക് ഇവിടെ വരും. അതിനുശേഷം പ്രൊസീഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ബാങ്ക്, അതിനുശേഷം നെറ്റ് ബാങ്ക് ആണ് ഞാൻ ചെയ്യുന്നത്. ഇൻ്റർനെറ്റ് ബാങ്കിങ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ക്യാഷ് കാർഡൊക്കെ ചെയ്യാം. ഞാൻ ഇൻ്റർനെറ്റ് ബാങ്കിങ് സെലക്ട് ചെയ്ത് ഇതിൽ എൻ്റെ ബാങ്കില്ല, ഞാൻ സ്റ്റേറ്റ് ബാങ്കാണ്. ഇവിടെ അടിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാൻ പറ്റും ഏത് ബാങ്കാണെന്ന് വെച്ചാൽ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ബിൽ ഡെസ്ക് സെലക്ട് ചെയ്യുക. കണ്ടിന്യൂ പേയ്മെൻറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് ഇവിടെ കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഉണ്ട്. 15/7 ഓൺലി, അത് കൺഫേം ചെയ്യുക. ഡേറ്റ് ഒക്കെ ഇവിടെ ഉണ്ട്, താരിഫ് ഒക്കെ അത് സെലക്ട് ചെയ്യുക. കൺഫേം ചെയ്യുക. കൺഫേം ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈലിലെ OTP പാസ്വേഡ് വരും, അത് ഇവിടെ അടിച്ചു കൊടുക്കണം. അത് സെലക്ട് ചെയ്തതിന് ശേഷം കൺഫേം ചെയ്യും. അപ്പോൾ കാണാം, നിങ്ങളുടെ അക്കൗണ്ടിൽ റീചാർജായി സക്സസ്ഫുള്ളി.